ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഫാമിലിയിൽ തന്നെ 3 കുട്ടികൾ പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ ഒരു വെറൈറ്റി ഗിഫ്റ്റാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ 20 രൂപേൻ്റെ നോട്ട് എടുത്തിട്ടുള്ളത്. സംഭവം അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന നമ്മുടെ മണി പോക്കറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ മണി പോക്കറ്റ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എനിക്കും ഇതുപോലെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്കും അത് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ മണി പോക്കറ്റ് ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് കവർ നമ്മൾ മസ്റ്റായിട്ടും വാങ്ങണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഏത് നോട്ടാണ് യൂസ് ചെയ്യുന്നത് ആ നോട്ട് ഇതുപോലെ ആ ട്രാൻസ്പെറൻറ്റ് കവറിലിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒന്ന് ഒട്ടിക്കുക. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബൊക്കറ്റ് ചെയ്തെടുക്കുന്ന പോലെ അതിന് സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പൈസ മാത്രമല്ല അതിൻ്റെ കൂടെ റോച്ചറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ പൈസ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ 5 മുമ്പിൽ 5 അങ്ങനെ 2 ലെയറായിട്ട് അതിൻ്റെ മേലെ വെച്ച് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് 2 ലെയേഴ്സും സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മളതിൻ്റെ ഒരു കുറച്ച് ഫ്രണ്ടിലായിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് 3 റോച്ചറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബൊക്കറ്റ് ഷീറ്റ് എടുത്ത് നമ്മൾ ബൊക്കെ ആക്കുന്ന പോലെ 2 സൈഡിൽ ഇതുപോലെ വെച്ച് ആൻഡ് ഫൈനലി ഫ്രണ്ട് പോർഷനും ഒന്ന് കവർ ചെയ്തെടുത്ത് ബോർഡെടുത്ത് സെറ്റ് ചെയ്യാൻ നമ്മൾ ഏറെക്കുറെ ബൊക്കെയൊക്കെ റെഡിയായി. ഇനി ആ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ജിപ്സം ഫ്ലവേഴ്സ് അതിൻ്റെ ഇടയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്, അതായത് ഫ്രണ്ട് പോർഷനിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൊക്കയുടെ ഫൈനൽ റിസൾട്ട് നോക്കിയാലോ.